വെൽക്കം ടു ട്രേഡ്വുഡ്. നമുക്ക് ഇന്നത്തെ ബിറ്റ്കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം, ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു പുതിയ ഓൾ ടൈം ഹൈനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പഴയ ഹൈനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ട്. ഇന്നലത്തെ അനാലിസിസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കൃത്യമായി തന്നെ നമ്മൾ പറഞ്ഞ അതേപോലെ തന്നെ ഒരു മാറ്റവും ഇല്ലാതെ കൃത്യമായി തന്നെ മാർക്കറ്റ് സപ്പോർട്ടും റെസിസ്റ്റൻസും എടുത്തിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ഇന്നലത്തെ അനാലിസിസ് കാണാൻ ശ്രമിക്കുക. അതുപോലെ ഇന്ന് സംഭവിച്ചിരിക്കുന്ന മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലോട്ട് പോയിട്ടുണ്ട്. മുകളിലോട്ട് പോയിട്ട് താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങാനുള്ള ശ്രമമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് പഴയ ഓൾ ടൈം ഹൈ ആണ്. അതിനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. വീണ്ടും കുറച്ചും കൂടി ഇറങ്ങാൻ സാധ്യത ഉള്ളത് ഈ ഒരു ഹൈയിലേക്കാണ്. വീണ്ടും കുറച്ചും കൂടി ഇറങ്ങാനുള്ള സാധ്യത ഉള്ളത് ഇവിടേക്കാണ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ എത്താൻ സാധ്യത ഉള്ളത് ഒരു ലെവൽ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ഇല്ല. എന്നിരുന്നാലും 1,25,000 മാർക്കറ്റ് എത്തേണ്ടതാണ്. അപ്പോൾ ആ ഒരു ലെവലൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടാം. ഇതാണ് 1,25,000. അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. അവിടേക്ക് എത്തേണ്ടതാണ്. ഒരു സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും എത്തേണ്ടതാണ്. അതും കഴിഞ്ഞ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് തന്നെ പോകണം. അങ്ങനെയാണ് ഈ മാർക്കറ്റ് ഒരു ലോങ് ടൈമിലേക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ 1,30,000 തന്നെയാണ്. എനിവേ അതെല്ലാം വരാതിരിക്കുന്ന കാര്യമാണ്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകാം. വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട രണ്ട് ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം. ആദ്യമേ താഴത്തുള്ള സപ്പോർട്ടിൽ തന്നെ തുടങ്ങാം. 120,219, 121,043, അതുപോലെ 122,411, അതുപോലെ 123,259. ഇത്രയാണ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി 50 മിനിറ്റ്സിലോട്ട് പോയതിനു ശേഷം നമുക്ക് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാം മാർക്കറ്റ് ഇവിടെ നിന്നൊരു ചെറുതായിട്ടൊന്നൊരു സെല്ലിംഗ് കപ്പാസിറ്റി കാണിച്ചിട്ടുണ്ട്. ചെറുതായിട്ടാണ് കാണിക്കുന്നത്. എനിവേ അതൊരു കൺഫർമേഷൻ ആയിട്ട് എടുക്കാൻ കഴിയില്ല നമുക്ക്. എന്തായാലും നമുക്ക് തൊട്ടടുത്ത സപ്പോർട്ട് ഏരിയാസിലേക്ക് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ വന്നതിന് ശേഷം എങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. ചിലപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പോയിട്ട് വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് താഴോട്ടേക്ക് ഇറങ്ങാം. താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ 50 മിനിറ്റ്സിന്റെ ഒരു ഏരിയ ഇവിടെ ഉണ്ട്. ആ ഒരു ഏരിയനെ നമ്മളൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ആ ഏരിയയിൽ നിന്ന് വന്നതിന് ശേഷം ഒരുപക്ഷെ മാർക്കറ്റ് കൺഫർമേഷൻ എടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതായത് ഇവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടി. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയയുടെ മുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് വന്നിട്ടുള്ള റീടെസ്റ്റിൽ നോക്കുകയാണെങ്കിൽ മാത്രം ബൈ എടുത്താൽ മതി. അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ സംഭവിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റ് ചിലപ്പോൾ കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങും. ഒരു ബൈയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ടാർഗറ്റ് എന്ന് പറയുന്ന മാക്സിമം ഈ സപ്പോർട്ടിലേക്ക് മാത്രം വയ്ക്കുക. അപ്പോൾ റെസിസ്റ്റൻസ് ആയിരിക്കും. ഇപ്പൊ സപ്പോർട്ട് ആണെങ്കിൽ അപ്പോൾ റെസിസ്റ്റൻസ് ആയിരിക്കും. അല്ലെങ്കിൽ വീണ്ടും മാർക്കറ്റ് ഒരിക്കൽ കൂടി മുകളിലോട്ട് പോയിട്ട് താഴോട്ടേക്ക് തന്നെ ഇറങ്ങിയിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി ഈ ലെവലും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 50 മിനിറ്റ്സിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ ഇവിടെ കാണാം. നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് 50 മിനിറ്റ്സിന്റെ. അപ്പൊ ഇവിടേക്ക് എത്തുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടേക്ക് എത്തുക എന്ന് പറയുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ചിലപ്പോൾ അവിടേക്ക് ഡയറക്റ്റ് എത്താൻ സാധ്യതയില്ല. ഈ ലെവല് അതായത് ഇപ്പൊ വരയ്ക്കുന്ന ഒരു ബ്ലൂ ലൈനിൽ വരെയൊക്കെ വന്നതിന് ശേഷം ചിലപ്പോൾ മുകളിലോട്ട് കയറി പോകാം. അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും താഴോട്ടേക്ക് വരാം. അപ്പോഴും നമുക്കൊരു ബൈ എൻട്രി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മളിപ്പോ താഴോട്ടേക്ക് വന്നുള്ള സപ്പോർട്ടിന്റെ കാര്യം പറയുന്നത്. മറ്റൊന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അതായത് എക്സ്പെഷ്യലി ഈ ഒരു ഏരിയയിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് കിട്ടിയിട്ട് നല്ലൊരു ക്യാൻഡിൽ കൺഫർമേഷനോ റിവേഴ്സൽ കൺഫർമേഷനോ എടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1,25,000 മാർക്കറ്റ് എത്താനുള്ള സാധ്യത ഉണ്ട്. വീണ്ടും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് തന്നെ പോകാനാണ് സാധ്യത കാണുന്നത്.
എന്തായാലും മാർക്കറ്റിന്റെ മൂവ്മെന്റ് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്.